ഒരു ബിസിനസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കും. ഒരു സ്റ്റാഫിന്റെ പെർഫോമൻസ് അതല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇത് ബേസ് വെച്ചിട്ടായിരിക്കും ഒരു ബിസിനസിന്റെ വളർച്ചയും താഴ്ചയും നമ്മൾ പരിഗണിക്കുന്നത്. നിങ്ങളിൽ ഒട്ടുമിക്ക റെന്റൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരും ഒന്നിൽ കൂടുതൽ സ്റ്റാഫിനെ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ റെന്റൽ ബിസിനസ് റൺ ചെയ്യുന്നത്. നിങ്ങളുടെ സ്റ്റാഫിന്റെ സെയിൽസ് അനലൈസ് ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾ പല ഊഹാപോഹങ്ങൾ വെച്ചിട്ടും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾ അനലൈസ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു രീതി ശരിയായ രീതിയാണോ? ബിസിനസ് ഗ്രോത്ത് ആണെങ്കിലും സ്റ്റാഫിന്റെ അനലിറ്റിക്സ് നോക്കുകയാണെങ്കിലും അത് കംപ്ലീറ്റ്ലി ഡാറ്റ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. അതിനുള്ള സൊല്യൂഷനും ബുക്ക് കീപ്പട്ടിയിലുണ്ട്. നിങ്ങളുടെ സ്റ്റാഫിന്റെ ഓരോ മാസത്തെ പെർഫോമൻസും ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസത്തേക്ക് വരുമ്പോഴേക്ക് ആ സ്റ്റാഫ് എത്രത്തോളം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് ഡാറ്റ വെച്ച് തന്നെ ബുക്ക് കീപ്പട്ടിയിലൂടെ കാണാൻ പറ്റും. ഈ ഡാറ്റ വെച്ചിട്ട് ഓരോ സെയിൽസ് പേഴ്സണും നിങ്ങൾക്ക് അവരുടെ ഇൻസെന്റീവ്സ് കൊടുക്കാനോ പെർഫോമൻസ് ഇല്ലാത്ത സെയിൽസ്മാനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. കൊള്ളാലോ. വേറെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിലുള്ളതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. ഡൗൺലോഡ് ബുക്ക് കീപ്പട്ടി ഉണ്ടാവും. അതല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.